ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് ഫ്രൈ ആണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 5 സോസേജാണ് എടുത്തത്. എന്നിട്ട് അത് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കത് അതിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടത്, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നുള്ളും പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. പിന്നെ നുള്ളുപ്പ്, കാരണം സോസേജിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ട 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. അത് കോൺഫ്ലവർ ഇട്ടതിന് ശേഷം തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മസാല പറ്റാനുള്ള രൂപത്തിലാക്കിയെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച് ഈ സോസേജ് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ, മസാല എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 2-3 കറിവേപ്പില പിച്ചി നുള്ളിൽ ഇട്ടിട്ട് അതും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് വേപ്പില ഇടുമ്പോൾ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ മസാല നല്ല ആകുമ്പോൾ പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സോസേജൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ട്രിപ്പ് ഇടാനുള്ളതേ ഉള്ളൂ, കാരണം ഇത് ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഒന്ന് ചുരുങ്ങും. അപ്പോൾ ഒറ്റ ട്രിപ്പ് ഇടാം. ഒരുപാടുണ്ടെങ്കിൽ പിന്നെ 2 ട്രിപ്പാക്കി ഇട്ടാൽ മതി. ഇട്ടതിന് ശേഷം നല്ല അങ്ങനെ സ്പൂൺ വെച്ച് നിരത്തി കൊടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. തീയൊന്നും കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് കരിഞ്ഞു പോകും, മസാലയുടെ ആ ടേസ്റ്റ് പോകും. ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതാക്കാൻ. പിന്നെ മറിച്ചിട്ടിട്ട് ആ സൈഡ് 2 ഭാഗം ആയതിനു ശേഷം പിന്നെ നമുക്കിങ്ങനെ എണ്ണയിലിട്ടിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അതായത് പിന്നെ നമുക്കത് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഇനി നമുക്കത് കോരിയെടുക്കാം, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ഒരു ചെറിയതായിട്ടൊരു കറി ഇതുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്നൊരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.